ഹായ് ഡിയേഴ്സ്, ഞാൻ നിഷ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേൾഡ് ആൻഡ് മീ. മലേഷ്യയിലെ ബട്ടു കേവിലെ കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പയ്യന്നൂരുള്ള സവാരി ട്രാവൽ മേറ്റ് എന്ന പാക്കേജിൻ്റെ കൂടിയാണ് ഞങ്ങൾ 23 പേര് ഒരു ടീമായിട്ട് പോയിട്ടുള്ളത്. അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. ബട്ടു കേവിൻ്റെ മുന്നിലായിട്ട് മുരുക ഭഗവാന്റെ വലിയൊരു സ്റ്റാച്യു കാണാം. ശരിക്കും ബട്ടു കേവ് എന്നത് മലേഷ്യയിലെ ഒരു അത്ഭുതം തന്നെയാണ്. 272 കോൺക്രീറ്റ് പടികൾ കയറി വേണം പവിത്രമായ ഈ ക്ഷേത്രഗുഹയിൽ എത്താൻ. 17 പടികൾ വീതമുള്ള ഓരോ സെറ്റായിട്ടാണ് ഇവിടെ കോണിപ്പടികളുള്ളത്. 17 പടി കഴിഞ്ഞാൽ കുറച്ചൊരു നിരന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് എല്ലാവരും റെസ്റ്റ് എടുത്ത് പിന്നെയും മേലോട്ടേക്ക് മെല്ലെ മെല്ലെ കയറുകയാണ്. കോണിപ്പടികൾ കുറച്ച് കുത്തനെ ഉള്ളതാണ്, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുത്ത് പോവാണ്. എങ്കിലും മേലെ എത്തുമ്പോൾ ഉള്ള ആശ്വാസവും സന്തോഷവും ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കണ്ണിന് അത്രയും ബ്യൂട്ടിഫുള്ളായ കാഴ്ചയാണ് മേലെയുള്ളത്. നമ്മൾ താഴേക്ക് നോക്കുന്ന കാഴ്ചയാണ് ഇവിടെ. ഇത്രയും മേലെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് ഇത്രയും മേലെ നമ്മൾ എത്തി താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. ബട്ടു കേവിൻ്റെ മേലെ എപ്പോഴും ഉറവ പോലെ വെള്ളം മേലേന്ന് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. തലയിൽ വീണാൽ നല്ലതെന്നാണെന്ന് പറയുന്നത്. അത് മഴക്കാലമായാലും വേനൽക്കാലമായപ്പോൾ എപ്പോഴും ഇവിടെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കയ്യിൽ കവറുണ്ടെങ്കിൽ എപ്പോഴും കുരങ്ങന്മാർ കയ്യിൽ വന്നിട്ട് നമ്മളെടുത്ത് കവറ് തട്ടിപ്പറിച്ചുകൊണ്ടോ അത് കയ്യിൽ കവറുകളൊന്നും പിടിക്കാതെയാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ കവറ് കണ്ടിട്ടില്ല, ഭക്ഷണ സാധനമാണെന്ന് വിചാരിച്ച് കുരങ്ങ് തട്ടിപ്പറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ചാണ് നടക്കുന്നത്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടാതെ നിരവധി ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. മുരുകൻ വസിക്കുന്ന 10ാമത്തെ ഗുഹ ആയാണത്രേ ബാത്തു ഗുഹ അറിയപ്പെടുന്നത്. അതിൽ 6 ഇന്ത്യയിലും ബാക്കിയുള്ളത് മലേഷ്യയിലുമാണ്. 1890 തമ്പുസ്വാമി പിള്ളൈ എന്ന ധനികനായ തമിഴ് വംശജനാണത്രേ മുരുകനെ ഈ ഗുഹയിൽ പ്രതിഷ്ഠിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കുടിയേറിയ മലേഷ്യൻ തമിഴരാണ് ശ്രീ സുബ്രഹ്മണ്യ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അധികാരം തമിഴ് പിൻഗാമികളിലാണ്. എല്ലാ വർഷവും തമിഴ്നാട്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ തമിഴ് കലണ്ടർ അനുസരിച്ച് തൈപ്പൂയം ദിനത്തിൽ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. ബാത്തുഗുഹകളുടെ താഴെയുള്ള ശ്രീ മുരുകൻ പെരുമാൾ കോവിലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുരുകനെ കൂടാതെയുള്ള ഉപപ്രതിഷ്ഠകളാണ് ഓരോ ഗുഹയുടെ അടുത്തായിട്ട് കാണുന്നത്. മുരുകക്ഷേത്രത്തിൻ്റെ, അതായത് ബാട്ടു കേവിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണിത്. ഇവിടെയാണ് ഏറ്റവും മുകളിലായിട്ടുള്ള സ്ഥലം. അവിടെ ഒരു നടരാജ വിഗ്രഹമുണ്ട്. പിന്നെ എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ തൊഴുതു. അവിടെ ഓരോ ക്ഷേത്രത്തിലും കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളായിട്ട് അവിടെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. എല്ലാറ്റിലും കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാരും വിദേശികളുമായ ഒരുപാട് ആരാധകരാണ് ക്ഷേത്രത്തിലുള്ളത്. കൊറോണയ്ക്ക് ശേഷമാണത്രേ ഇത്രയും അധികം ആൾക്കാർ ക്ഷേത്രത്തിൽ വന്നു തുടങ്ങിയത്. ശരിക്കും ഒരു തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ ചെന്ന പ്രതീതിയായിരുന്നു അവിടെ എത്തിയപ്പോൾ. നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ തന്നെ അവിടെ നെയ്വിളക്കും അർച്ചനയും ഒക്കെ ഉണ്ട്. നമ്മളെ കയ്യിൽ ഇന്ത്യൻ മണി കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കയ്യിലുള്ള റിങ്കിറ്റ്സ് അവിടെയുള്ള ഭണ്ഡാരത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 1 മണിക്കൂറായിരുന്നു ഞങ്ങളുടെ ഗൈഡ് തന്നിട്ടുള്ളത് അവിടെ സ്പെൻഡ് ചെയ്യാൻ. ഓൾമോസ്റ്റ് 1 മണിക്കൂർ കഴിയാനായി. പക്ഷേ അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിട്ടില്ല. അത്രയും ഭംഗിയാണ് കാണാൻ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഭംഗിയാണ്. കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വീഡിയോ കണ്ടാലൊന്നും നമുക്കതിൻ്റെ ഭംഗി മനസ്സിലാവില്ല. ചാൻസ് കിട്ടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. ജീവിതത്തിലൊരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് കാണണം നമ്മൾ. എന്താ വെച്ചാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ്. മലേഷ്യ പോലത്തെ ഒരു സ്ഥലത്ത് തീരെ പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ് ഇതൊക്കെ.
അങ്ങനെ ഞങ്ങൾ മുരുക ഭഗവാനെയും വള്ളി ദേവിയെയും ഒക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങാൻ പോവുകയാണ്. താഴെ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് കോവിലുണ്ട്. അതിന് ശേഷം പിന്നെയും സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് ഏറ്റവും താഴെ എത്തുക. താഴെ എത്തുമ്പോൾ ക്ഷേത്രത്തിന് സൈഡിലായിട്ട് ഒരുപാട് മയിലിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വൈബാണ് ഇവിടെ, പോസിറ്റീവ് വൈബ്. ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടും എല്ലാം കൂടെ നമുക്ക് എന്താ പറയാൻ പറ്റാത്തത്ര സന്തോഷം തോന്നുന്നൊരു അവസ്ഥയാണ്. ആക്ച്വലി ഈ ബാട്ടു ഗുഹ കോലാലംപൂരിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതായി കരുതപ്പെടുന്ന പ്രകൃതിദത്ത ചുണ്ണാമ്പ് കല്ല് ഗുഹകളുടെ ഒരു പരമ്പരയാണ് ഈ ഗുഹകൾ ഉൾക്കൊള്ളുന്നത്. ഈ സമുച്ചയത്തിൽ നിരവധി വലിയ ഗുഹകളും ചെറിയ ഗുഹകളും ഉൾപ്പെടുന്നു. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതയും ഉണ്ട്. ഈ ഓരോ ഗുഹകളിലാണ് ഓരോ പ്രതിഷ്ഠകളും ഉള്ളത്. അത് ഓരോ വർഷം കഴിയുന്തോറും പ്രതിഷ്ഠയെ മോടികൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഓരോ വർഷം കഴിയുന്തോറും ഇവിടെ പുതിയ പുതിയ പ്രതിഷ്ഠകളും പുതിയ സ്റ്റാച്യൂസും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് മുരുകക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി കണക്കാക്കുന്നത്. ഇതിനുള്ളിലാണ് മെയിൻ ക്ഷേത്രമുള്ളത്. ഇതിനുള്ളിൽ ചെയ്തിരിക്കുന്ന നിർമ്മിതിയെ നമ്മൾ സമ്മതിക്കണം. അത്രയും എന്താ പറയുക, എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇതിനകത്ത് ഇതൊക്കെ, പാറയുടെ ഉള്ളിൽ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വിഘ്നേശ്വര പ്രതിഷ്ഠയാണുള്ളത്. വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠ കാണാം അവിടെ. തിരിച്ചു വരുമ്പോൾ പുറകുന്നെടുത്ത വീഡിയോ ആണിത്. വീഡിയോ എടുത്തിട്ടൊന്നും മതിയാവുന്നില്ല, എന്തൊക്കെയാണ് എടുത്തിട്ടുള്ള അറിയില്ല. അതിനിടയ്ക്ക് എല്ലാ കാഴ്ചകളും കാണാനും പ്രാർത്ഥിക്കാനും വീഡിയോ എടുക്കാനും ഒന്നും ഒരു സമയം കിട്ടിയിട്ടില്ല. ഒക്കെ എങ്ങനെയൊക്കെയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തു തന്നെ ആയാലും മഹാ അത്ഭുത കാഴ്ചയാണിത്. കണ്ണിനും മനസ്സിനും നന്നായിട്ട് കുളിര് നൽകുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് 4 റോ ആയിട്ടാണ് സ്റ്റെപ്പുകളുള്ളത്. അതിൽ 2 സ്റ്റെപ്പ് ക്ലീൻ ചെയ്യാണ്. 2 സ്റ്റെപ്പിലൂടെയാണ് എല്ലാവരും ഇറങ്ങി വരുന്നത് താഴോട്ടേക്ക്. അങ്ങനെ താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട്. അതിനുള്ളിൽ കൂടെ കയറിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇതാണ് താഴെയുള്ള ഉപദേവതാ ക്ഷേത്രം. അവിടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളായിട്ട് ഒരു 5-10 ക്ഷേത്രങ്ങളുണ്ട് അവിടെ, ചെറുതായിട്ട്. അവിടെ ഒക്കെ ഒന്ന് തൊഴുത് എളുപ്പം ബസ്സിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ധൃതി പിടിച്ച് ഇവിടെയൊക്കെ കയറി ഒന്ന് തൊഴുത് പുറത്തേക്ക് വന്നതാണ്. പിന്നെ എന്തു തന്നെ ആയാലും മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നി. ഈ ക്ഷേത്രത്തിലേക്ക് പ്രത്യേകിച്ച് എൻട്രൻസ് ഫീ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ക്ഷേത്രത്തിലേക്ക് വരാം. പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ നിന്നൊന്നുമില്ല. ഹിന്ദു ക്ഷേത്രമാണെങ്കിലും എല്ലാവർക്കും വന്ന് തൊഴാം ഇവിടെ. അങ്ങനെ ബട്ടു കേവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ സവാരി ട്രാവൽ മേറ്റിൻ്റെ പാക്കേജിലാണ് വന്നിട്ടുള്ളത്. അവിടെ നല്ല ഡീലിങ്സ് ആയിരുന്നു, നല്ല സൂപ്പറായിരുന്നു.
അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അവർ നമ്പർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും മുരുകസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.